ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ മണ്ണിൽ ചവിട്ടിയിരിക്കുന്ന മനുഷ്യരെ, മണ്ണിൽ ചവിട്ടിയിരിക്കുന്ന മനുഷ്യരെ എന്ന പ്രയോഗത്തിന് കുറച്ചുകൂടി അർത്ഥമുള്ള വാക്കുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മണ്ണിൻ്റെ മണമുള്ള മനുഷ്യർ, മണ്ണിൻ്റെ കഥകൾ അറിയാവുന്ന മനുഷ്യർ, മണ്ണിൻ്റെ ചരിത്രമോർക്കുന്ന മനുഷ്യർ, മണ്ണിൻ്റെ സ്വാഭാവികത തിരിച്ചറിയുന്ന അനുഭവിക്കുന്ന മനുഷ്യരൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ഈ മണ്ണിൽ ചവിട്ടിയിരിക്കുന്ന മനുഷ്യനായി തീരുക എന്ന് പറയുന്നത് ഒരാലങ്കാരികമായ പ്രയോഗമാണ്. പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്, നിങ്ങൾ മണ്ണിൽ അഹങ്കാരഭാവത്തോടെ ചവിട്ടരുത്, കാരണം നാളെ ആ മണ്ണിലേക്ക് മടങ്ങേണ്ടവരാണെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സുകളിലുണ്ടാവണം. ഞാനിന്ന് തഴവ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വന്നപ്പോൾ ഞാനെൻ്റെ 1-2 അധ്യാപകരെ, കണക്ക് സാറായിരുന്ന എൻ്റെ ഒരു അധ്യാപകനെ, അവരെയൊക്കെ അടക്കം വാമദേവൻ പിള്ള സാറിനെയും ടീച്ചറെയും ഒക്കെ മനസ്സിൽ ഞാൻ ഓർത്തു. ആ സ്കൂളിൻ്റെ മതിൽക്കെട്ടിനകത്താണ് എൻ്റെ കൗമാരം ചിലവഴിച്ചത്. അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന ഗുരുക്കന്മാരെ നാം ഓർക്കാറുണ്ട്. അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നതിൽ ചിലതൊക്കെ മറന്നുപോയെങ്കിലും ചിലതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടേണ്ടതാ അല്ലെങ്കിൽ പോലും നമ്മളവരെ ഓർക്കാറുണ്ട്. പക്ഷെ നാം ഒരിക്കലും മറക്കാത്ത പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്ന കുറേ മനുഷ്യരുണ്ട്. മറക്കാത്ത പാഠങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ 2 അർത്ഥവുമുണ്ട്. ഒന്ന്, സന്തോഷത്തിൻ്റെ മറക്കാത്ത പാഠങ്ങൾ പഠിപ്പിച്ചു തന്നവരുണ്ട്. ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ വല്ലാതെ മുറിപ്പെടുത്തി ഒരിക്കലും ഹൃദയത്തിൽ ഉറങ്ങാത്ത മുറിവുകൾ അവശേഷിപ്പിച്ചു പോയ മനുഷ്യരുമുണ്ട്. 2 പേരും ഉറങ്ങുന്നത് ഇതേ മണ്ണിലാണ്. നാളെ നമ്മൾ ഉറങ്ങേണ്ടതും ഇതേ മണ്ണിലാണ്. എന്തെല്ലാം പ്രതാപങ്ങളും എന്തെല്ലാം പ്രസക്തിയും എന്തെല്ലാം മേൽവിലാസവും ഒക്കെ ഉണ്ടെങ്കിലും കാറ്റുപോയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാറ്റുപോയോ എന്ന് ചോദിച്ചാൽ ഫാൻ നിർത്തിയോ എന്നല്ല. ജീവനങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ എല്ലാവരെയും വിളിക്കുന്നത് ഒരേ മേൽവിലാസത്തിലാണ്, മൃതദേഹം, ഡെഡ് ബോഡി. ഈ നോട്ടീസിൽ അച്ചടിച്ച പേരിൽ ഡോക്ടർ അനിൽ മുഹമ്മദ് എന്നെഴുതിയ ഡോക്ടറിനും അനിൽ മുഹമ്മദിനും ഒന്നും ഒരു പ്രസക്തിയുമില്ല. പിന്നെ ആരും ഒരു മരണവീട്ടിൽ ചെന്ന് കളത്തൂട്ടിൽ തങ്കപ്പൻ പിള്ള അവറുകളെ എപ്പോൾ കുളിപ്പിക്കും എന്നാരും ചോദിക്കത്തില്ല. ബാരിസ്റ്റർ ഭാസ്കരപിള്ളയെ എപ്പോൾ കുളിപ്പിക്കും എന്നും ആരും ചോദിക്കത്തില്ല. കൂലിപ്പണിക്കാരനായാലും പ്രതാപശാലിയായാലും എത്ര പണത്തിൻ്റെ ഉടമയായാലും എന്തെല്ലാം സ്ഥാനത്തിരുന്ന ആളായാലും ഇവരെല്ലാവരും അവസാനം ഒരേ പേരിൽ ഒറ്റ മേൽവിലാസത്തിലാണ് മടക്കപ്പെടുന്നത്, മൃതദേഹം. അത് മടക്കുന്നത് ഈ മണ്ണിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മണ്ണിൽ ചവിട്ടിയിരിക്കുമ്പോൾ അത്തരം ഓർമ്മകൾ കൂടി നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. സ്നേഹിച്ചു വളർത്തിയ ഒരുപാട് പേർ മറഞ്ഞതുപോലെ ഞാനെപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, മനോഹരമായ ഫോട്ടോകൾ എടുത്തു വെച്ച് നമ്മളിങ്ങനെ അതിലേക്ക് നോക്കി ചിലപ്പോൾ എൻ്റെ സൗന്ദര്യം വല്ലാതെ കൂടിയല്ലോ, ചെറുപ്പമായതായി തോന്നുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഇതേ ഫോട്ടോ ഒരു ദിവസം അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ ഒരാൾ വീട്ടിൽ വന്ന് ചോദിക്കും, നല്ല ഫോട്ടോ വല്ലതും ഉണ്ടോ? എന്തിനാ? പത്രത്തിൽ കൊടുക്കാനാ. എവിടെ കൊടുക്കാനാ? നിര്യാതരായി എന്ന് പറയുന്ന കോളത്തിൽ കൊടുക്കാനാ. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിത്രം തന്നെ അതിന് ഉപയോഗിക്കേണ്ടി വരുന്നൊരു സ്ഥിതിയുണ്ട്. ഞാനിത് പറഞ്ഞത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ദേവാലയങ്ങളുടെ സദസ്സിൽ അതിൻ്റെ അങ്കണത്തിൽ ഇരിക്കുമ്പോൾ മനുഷ്യൻ ഓർക്കേണ്ടത്, മനുഷ്യൻ ചിന്തിക്കേണ്ടത് പ്രതാപത്തെക്കുറിച്ചല്ല. മനുഷ്യൻ്റെ മനസ്സിൽ വരുന്നത് അഹങ്കാരത്തിൻ്റെ ബോധങ്ങളല്ല. മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് സ്നേഹത്തിൻ്റെയും ചേർത്തുവെക്കലിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷമാണ്. ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നിങ്ങൾ നോക്കൂ, ഇവിടേക്ക് വരുമ്പോൾ ഈ നിമിഷത്തിലും വളരെ അർത്ഥഗർഭമായ ഒരു മൗനത്തിൻ്റെ ശാന്തത, അത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും അതിൻ്റെ ദൈവിക ചൈതന്യവുമൊക്കെ മനസ്സിൽ പകരുന്ന നിമിഷങ്ങളുടെ മനോഹരമായ ആ ശാന്തതയാണ്. ആ ശാന്തതയിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെ കണ്ടെത്താനായി നമ്മൾ ശ്രമിക്കണം. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷ, ഏറ്റവും കഠിനമായ വിശകലനം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. നമുക്കെല്ലാവരെക്കുറിച്ചും അഭിപ്രായമുണ്ട്. നാത്തൂനെക്കുറിച്ച് അഭിപ്രായമുണ്ട്,
വല്യച്ഛനെക്കുറിച്ച് അഭിപ്രായമുണ്ട്, ചിറ്റപ്പനെക്കുറിച്ച് അഭിപ്രായമുണ്ട്, അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെക്കുറിച്ചും അവരെക്കുറിച്ചും നമുക്ക് അഭിപ്രായമുണ്ട്. രക്ഷപ്പെട്ടാൽ അത് കള്ളപ്പണത്തിലൂടെയാണ് രക്ഷപ്പെട്ടതെന്നും നശിച്ചാൽ അത് അവൻ്റെ അപ്പുപ്പൻ പണ്ട് കിണ്ടി കട്ടതിൻ്റെയാണെന്നും വിലയിരുത്തി പറയുന്നതിന് നമുക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ നമുക്ക് നമ്മളിലേക്ക് നോക്കാനുള്ള മനസ്സ്, നമുക്ക് നമ്മളെ ഒന്ന് തിരിച്ചറിയാനുള്ള മനസ്സ്, നമുക്ക് നമ്മളെ ഒന്ന് മനസ്സിലാക്കാനുള്ള മനസ്സില്ലാതായി പോകുന്നിടത്താണ് നമ്മളിലെ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നത്. അത് കണ്ടെത്താൻ വേണ്ടിയാണ് മാമുനിമാർ, മഹർഷിമാർ വളരെ ശാന്തസുന്ദരമായ കാനനത്തിൻ്റെ അഗാധ തലങ്ങളിൽ ചെന്ന് അവിടെ പോയത്. ഈ പറയുന്ന നമ്മളിപ്പോൾ പറയുന്ന ഫോറസ്റ്റ് ടൂറോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളോ ചെയ്യാനല്ല, അവരെ കണ്ടെത്താനാണ് പോയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചെറിയ സദസ്സെങ്കിലും നിങ്ങളോട് പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഈ നിമിഷങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാകണം. എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം ഞാൻ മടങ്ങിയാൽ എന്ത് നന്മയും എന്ത് നല്ലതുമാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ മക്കളുടെ പ്രതാപമനുസരിച്ച് സഞ്ചയനം നടത്തും. ഞങ്ങളുടെ സമുദായത്തിലാണെങ്കിൽ 3-ാം ഫാത്തിഹ നടത്തും. നല്ല ഇഡ്ഡലിയും ചുമന്ന പഴവുമൊക്കെ വരുന്നവർക്ക് വിളമ്പും. സാമ്പാറും പായസവും ഉണ്ടാവും. അതൊക്കെ എല്ലാവരും കഴിക്കും. പൊറോട്ടയും ഇറച്ചിയുമാണ് ഞങ്ങളുടെ സംഗതിയിലാണെങ്കിൽ വിശേഷമുള്ളത്. ജീവിച്ചിരുന്നപ്പോൾ ഇതൊന്നും വാങ്ങിക്കൊടുക്കാനോ വാരിക്കൊടുക്കാനോ ആളില്ലാത്തവർ മരിച്ചു കഴിഞ്ഞ് പിന്നെ സ്നേഹപ്രകടനങ്ങളുടെ മഹാപ്രവാഹം തീർത്ത് ഭയങ്കര സന്തോഷത്തോടെ ഡെഡ് ബോഡി പോലും അവിടെ നിന്ന് വിടാത്തവണ്ണം കെട്ടിപ്പിടിച്ച് അലറുന്ന കാഴ്ചകൾ അർത്ഥശൂന്യമായി കാണുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മളെക്കുറിച്ച് നമ്മളെല്ലാം സ്വപ്നം കാണുന്നത് പോലെ നമ്മുടെ മരണത്തെക്കുറിച്ചും നമ്മുടെ മടക്കയാത്രയെക്കുറിച്ചുമുള്ള സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. ദൈവം കൈക്കൂലിക്കാരനല്ല. ദൈവത്തിനിപ്പം വരുന്ന ആളുകൾക്കെല്ലാം കുറച്ച് പൊറോട്ടയും ഇഡ്ഡലിയും കൊടുത്തിട്ട് അപ്പൂപ്പൻ്റെ മനസ്സുപോലെ തന്നെ നല്ല മൃദുലമായ ഇഡ്ഡലി എന്ന് കഴിക്കുന്നവൻ പുകഴ്ത്തി പറയുന്ന വാക്ക് കേട്ട് അപ്പൂപ്പൻ്റെ മനസ്സ് മൃദുലമാകില്ല, അമ്മുമ്മയുടെ ആകില്ല. പൊറോട്ടയും ഇറച്ചിയും നല്ല രുചിയുള്ളതായതുകൊണ്ട് 3-ാമത്തെ ദിവസം വാപ്പ ഖബറിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് അങ്ങ് സഞ്ചരിക്കത്തില്ല. അതൊക്കെ വരുന്നവർക്ക് വിശപ്പുണ്ടാകാതിരിക്കാനും വരുന്നവൻ അത് കഴിക്കുന്ന സമയത്തെങ്കിലും മോശമായിട്ടൊന്നും പറയാതിരിക്കാനും വേണ്ടി കൊടുക്കുന്നൊരു സംഗതിയാണ്. അത് കഴിച്ച് തീരുമ്പം വീണ്ടും കൈ കഴുകിയിട്ട് നമ്മൾ തന്നെ പറയും പാണ്ടിപ്പഴവാ, രാസവളം ഇട്ടതാന്ന് പറയുന്ന കാലമാണ്. കല്യാണ വീടുകളിൽ ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേർ ഈ ചോറ് വിളമ്പുന്നിടത്ത് വന്ന് എത്തി നോക്കും. എത്തി നോക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇതെങ്ങനെങ്കിലും തീർന്ന് അവൻ്റെ കല്യാണം പൊളിയുമോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് തീർന്നായിരുന്നെങ്കിൽ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മളവിടെ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഇപ്പം തീരാൻ പോവുകയാണെങ്കിലും പറയും ഇനി ഒരു 300 പേർ കൂടെ കൊടുക്കാമെന്ന് പറയും. അപ്പം പുള്ളി വിഷമിച്ച് മടങ്ങുന്നൊരു കാഴ്ചയുണ്ട്. അത്തരക്കാരെ കൂട്ടത്തിലാണോ നമ്മളെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ അവരൻ്റെ ദുഃഖം, അവരൻ്റെ വേദന, അവരൻ്റെ അഭിമാനം, അവരൻ്റെ വിശ്വാസം ഇത് സംരക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ഭക്തി പൂർണ്ണമാകുന്നത്, നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്. നമ്മുടെ കുടുംബത്തിൽ 4-5 സഹോദരങ്ങളുണ്ട്. 3 പേർ വലിയ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലുമാണ്. ഞാൻ വലിയ പ്രതാപശാലിയാണ്, സമ്പന്നനാണ്. അവൻ്റെ മക്കൾ വലിയ ബുദ്ധിമുട്ടിലാണ്. നമ്മൾ വലിയ ന്യായം പോലെ പൊക്കിപ്പറയും. അന്ന് പഠിക്കാൻ വിട്ടപ്പോൾ അവൻ പഠിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്തങ്ങ് വമ്പത്തെ പഠിത്തം പഠിത്തുകൊണ്ട് എനിക്കിപ്പോൾ കോടിക്കണക്കിന് കിട്ടി. അവൻ ആ ന്യായമൊന്നും ചിലവാകില്ല. പ്രിയപ്പെട്ട ദൈവവിശ്വാസികളെ, നമ്മളാരും ഇങ്ങനെ ആയത് നമ്മുടെ കഴിവും എടുക്കൊണ്ടൊന്നുമല്ല. ഇതിനപ്പുറത്ത് നമുക്കൊരു നിയോഗമുണ്ട്. ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ഈ സമ്പത്തും എല്ലാം തരുന്നത്. ചില മാതാപിതാക്കളുണ്ട്, അവർക്ക് 2 അക്കൗണ്ടേ ഉള്ളൂ. ഭാര്യ അല്ലെങ്കിൽ മക്കൾ, 2 മക്കളുണ്ടെങ്കിൽ അവരുടെ പേരിലേ ഉള്ളൂ. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്നും കൊടുക്കില്ല. അവരെ വളർത്തി കാനഡയിലേക്ക് വിട്ടിട്ട് അവസാനം പ്രാഞ്ചി എവിടെയെങ്കിലും ഇരുന്ന് മലമൂത്ര വിസർജനം നടത്താൻ പോലും മാർഗമില്ലാതെ ഇരിക്കുന്ന സമയത്ത് കാനഡയിലൂടെ ഓൺലൈനായി വാട്സപ്പിൽ വന്ന് അപ്പൻ്റെ ചന്തി കഴുകാൻ മക്കൾക്ക് കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നല്ല പ്രായത്തിലേ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞത് അവരൻ്റെ ദുഃഖത്തിൻ്റെ വേദനകൾ അറിയുന്നിടത്താണ് നമ്മുടെ ഭക്തി ആരംഭിക്കുന്നത്. ഞാൻ ഈ രാമായണ പ്രഭാഷണവും അതുപോലെ മഹാഭാരതവും ഒക്കെ പറയാൻ വേണ്ടി ഞാൻ സാധാരണ പഠിച്ചിട്ടുള്ളതല്ലെങ്കിലും അത് വായിച്ച് ഞാൻ പോകുമ്പോൾ അവിടുത്തെ ശ്രീരാമചന്ദ്ര ഭഗവാനും അതുപോലെ തന്നെ അതിലെ ഓരോ കഥാപാത്രങ്ങളും ധർമ്മപുത്രരുമൊക്കെ മഹത്തുക്കളായത് അവരൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അവരൻ്റെ സന്തോഷത്തിന് വേണ്ടി ഈ പറയുന്ന സ്ഥാനത്യാഗം ചെയ്ത് കാട്ടിലേക്ക് പോയ രാമചന്ദ്രൻ്റെ കഥ വായിച്ചിട്ട് മടക്കി വെച്ചിട്ട് എന്ന്
മരുമോക്കിട്ടോ അമ്മായിയമ്മയ്ക്കിട്ടോ നട്ടലിന് 2 ഇടി കൊടുക്കുന്ന കാലത്താണ് ഭക്തിയുള്ളവരുടെ കാലമെന്നാണ് അതിന് വിളിക്കുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ മനുഷ്യർ ജീവിക്കുമ്പോൾ പറയും, ഏതെങ്കിലും നല്ല ദൈവഭക്തിയുള്ള 5 നേരവും പള്ളിയിൽ പോകുന്ന, രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ പോകുന്ന ആളുകളുടെ സമീപത്ത് വീട് കിട്ടണേ എന്നാണ് പണ്ടുള്ളവർ പ്രാർത്ഥിച്ചിരുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത് അങ്ങനെയുള്ളവനെ ഒന്നും കാണാൻ പോലും ഇടയാക്കല്ലേ എന്നാണ് പറയുന്നത്. ആ ദിവസം നശിച്ചെന്നാണ് പറയുന്നത്. ആളുകൾക്ക് ആർക്കും 10 പൈസ കൊടുത്തില്ലെങ്കിലും 5-6 സൈസ് ചന്ദനം കയ്യിൽ തൊട്ട് ഇവിടെയും 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 എല്ലാം തേച്ച് ആരെ പറ്റിക്കാനാണ് ഈ ഇറങ്ങി പുറപ്പെടുന്നത്? ആർക്കെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് നമ്മളെക്കൊണ്ട് നന്മയുണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അവരൻ്റെ ദുഃഖം തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ഭക്തി. ഈ രാമായണത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ കഥയും അതുപോലെ തന്നെ മഹാഭാരതത്തിലെ കഥയിലുമൊക്കെ അധർമ്മത്തിനെതിരെയാണ് യുദ്ധം ചെയ്തത്. അധർമ്മത്തിനെതിരെയാണ്, അല്ലാതെ വേറെന്തെങ്കിലും കാര്യത്തിനെതിരെയല്ല. അധർമ്മത്തെ തോൽപ്പിക്കാൻ വേണ്ടി സ്വയം അധർമ്മത്തിൽ നിന്ന് മാറി മാറി സഞ്ചരിച്ചിട്ടും വിടാതെ പിന്തുടർന്ന, വീണ്ടും അവരെ മേൽ അധർമ്മം വാഴാൻ വന്നപ്പോൾ മാത്രമാണ് ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്ന് അവർ യുദ്ധം ചെയ്തത്. ഇന്നത്തത് സാംസ്കാരിക സമ്മേളനമെന്നാണ് ഇന്നത്തെ പരിപാടിയുടെ പേര്. സംസ്കാരമെന്ന് പറയുന്നത് ഈ കാണുന്ന അമ്പലം വലിയ മനോഹരമാക്കി വൃത്തിയാക്കിയതുകൊണ്ടോ എന്ന് വിചാരിച്ച് ഇനി അത് കേട്ട് ആരും അമ്പലത്തിന് 10 പൈസയും കൊടുക്കരുതെന്നല്ല പറഞ്ഞത്. കുറേ വിളക്കുകൾ ഇട്ടതുകൊണ്ടോ ഈ കാണുന്ന മനോഹരമായ വൈവിധ്യങ്ങൾ കൊണ്ട് നിറങ്ങൾ നിറച്ചതുകൊണ്ടോ മാത്രമാകുന്നില്ല. ഈ നിറങ്ങളൊക്കെയും ഈ നിറത്തിൻ്റെ ചൈതന്യമൊക്കെയും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഹൃദയങ്ങളിലുള്ളിൽ പ്രകാശമായി വന്നെങ്കിൽ മാത്രമേ ആ ഭക്തി കൊണ്ട് അർത്ഥമുള്ളൂ. ഇന്ന് നമ്മൾ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ മനോഹരമായ വീടുകൾ വെച്ചിരിക്കുന്ന ആളുകളാണ് കാണുന്നത്. 2 നില വീടുകളൊക്കെ ഉണ്ട്. ഉത്രാടം സുരേഷിനറിയാം, പുതിയകാവിൽ നിന്ന് തഴവയിലേക്ക് വരുന്ന വഴിയിൽ 2 നില വീട്ടിൽ താമസിക്കുന്ന ഒരു മകൻ്റെ അമ്മ അഗതി മന്ദിരത്തിലുണ്ട്, അനാഥ മന്ദിരത്തിലുണ്ട്. ഒരുപക്ഷെ പുള്ളിയും ഏതെങ്കിലും അമ്പലം കമ്മിറ്റിയിൽ കാണും. എന്നിട്ട് പുള്ളിയും അമ്മയെക്കുറിച്ച് കരഞ്ഞ് പോസ്റ്റ് ഇടുന്നുണ്ടാവും ഫേസ്ബുക്കിൽ. പക്ഷേ അമ്മ അവിടെ നിൽക്കുക. ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാണല്ലോ അമ്മയെ സ്നേഹിക്കുന്നത്. ഏതെങ്കിലും അമ്മയെ കാണുമ്പോൾ എൻ്റെ അമ്മയെ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു പടവും എടുത്ത്, എടാ നിൻ്റെ അമ്മയെ നീ നോക്കാൻ കഴിയണം. അങ്ങനെയുള്ള സമൂഹത്തിൽ എങ്ങനെ സംസ്കാരമുണ്ടെന്ന് പറയും? സംസ്കാരം നമ്മുടെ പെരുമാറ്റത്തിലാണ്, സംസ്കാരം നമ്മുടെ ഇടപെടലുകളിലാണ്. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങൾ, നമ്മൾ ഒരുപാട് ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമചന്ദ്രൻ്റെയും ഒക്കെ കഥ പറഞ്ഞ് നമ്മൾ ആരെയെങ്കിലുമൊക്കെ വിദ്വേഷിപ്പിക്കാനോ വെറുപ്പിക്കാനോ മറ്റുള്ളവനെ ആക്രമിക്കാനോ വേണ്ടി ശ്രമിക്കുന്ന നമ്മൾ, അവരിലെ നല്ല ഗുണങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല? കുചേലൻ വന്നപ്പോൾ എല്ലാം വാരി കൊടുത്തു മതിയാവാതെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ശ്രീകൃഷ്ണനെ നമ്മൾ കാണുന്നില്ല. എല്ലാ സ്നേഹത്തോടെയും യാതൊരു വെറുപ്പും വിദ്വേഷവുമില്ലാതെ രാവണൻ കിടക്കുമ്പോൾ കോപം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ലക്ഷ്മണനോട് നീ പോയി രാവണൻ്റെ അടുത്തുനിന്ന് വിദ്യ അഭ്യസിക്കാൻ പറയുന്ന ശ്രീരാമചന്ദ്രൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. നമുക്ക് കിട്ടാനുള്ളതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തയുള്ളൂ. ഇവിടെ കൊണ്ടുവന്ന് 10 രൂപ അമ്പലത്തിലോട്ട് ഇട്ടിട്ട്, ദൈവമേ എൻ്റെ 10 ലക്ഷം രൂപയുടെ തഴവ ബാങ്കിലെ കടമെല്ലാം തീർത്ത് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു 500 രൂപയുടെ 10 നോട്ട് കിടന്നാൽ അത് വല്ലവൻ്റേതുമാണെന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിക്കുന്നതിന് പകരം ഈ 10 രൂപ ഇട്ടതിന് പകരം എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞ് നാഭിയിൽ വെച്ചുകൊണ്ട് പോകുന്ന കപടഭക്തന്മാരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാപഢ്യമല്ല ഭക്തി. നേർക്ക് നേരെ നിൻ്റെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വലിക്കുമ്പോൾ നിനക്കുണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ, ഒരു നോട്ട്. കഴിഞ്ഞ ദിവസം ഗാന്ധി ജയന്തിയും ഗാന്ധി സമാധിയും ഒക്കെ കഴിഞ്ഞു പോയി, രക്തസാക്ഷിത്വ ദിനം. ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആരും നോക്കുന്നില്ല. ഞാനന്നേരം എൻ്റെ മനസ്സിലോർത്തു, ആകെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാന്ധി 500 രൂപ നോട്ടിനകത്തുള്ള ഒരു ഗാന്ധിയെ മാത്രമാണ്. നമ്മുടെ ഭക്തി കാശിൻ്റെ ഭക്തി മാത്രമാണ്. നമ്മുടെ ഭക്തി നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥന സ്വാർത്ഥതയാണ്. നമ്മളിൽ എത്ര പേര് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ തഴവ പ്രദേശത്ത് ഒരു കുടുംബത്തിലും ദാരിദ്ര്യമുണ്ടാവല്ലേ, ഒരു കുടുംബത്തിലും ആത്മഹത്യ ഉണ്ടാകല്ലേ, ഒരു കുടുംബത്തിലും ആരും ദുഃഖിക്കല്ലേ. അതിനു പകരം നമ്മുടെ പ്രാർത്ഥന മുഴുവൻ എന്താ? എൻ്റെ മോക്ക് MBBS കിട്ടണേ, എൻ്റെ മോൻ പഠിക്കലെ വസ്തുക്കളുടെ വില കുറച്ചിഞ്ഞ് വാങ്ങിക്കണേ, അവന് കിടക്കാടമില്ലാതായി പോകുന്നതിൽ പോലും വിഷമമില്ല. ദൈവം പോലും ഇത്തരം കള്ള കപടഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ
വല്ലാതെ ഞെട്ടിപ്പോവും. രണ്ടുപേരും ഒരുമിച്ച് എന്ന് പറയുക, വില കുറച്ച് കിട്ടണേ, വില കുറച്ച് കിട്ടണേ, മറ്റോനോ അവിടെ നിന്നുകൊണ്ട് എൻ്റെ വസ്തുവിന് വില കിട്ടണേ, വില കിട്ടണേ. അതിൻ്റെ അപ്പുറത്ത് വേറൊരു അഡ്വാൻസ് കൊടുത്തേക്കുന്ന ആളൂടെ നിന്ന് എനിക്ക് കിട്ടണേ, എനിക്ക് കിട്ടണേ, എനിക്ക് കിട്ടണേ. ഇവിടെ ഇപ്പോൾ ഒരു മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനൊരു പ്രാർത്ഥന വെച്ച് നോക്ക്. മക്കൾക്ക് MBBS എൻട്രൻസിന് കിട്ടാൻ വേണ്ടി ഒരു പ്രാർത്ഥന, ഒരു വഴിപാട് എന്തെങ്കിലും വെച്ച് നോക്ക്. ഇടി മൊത്തം രണ്ടാമത്തേതിനായിരിക്കും. നമ്മുടെ ഭക്തി അത്രമേൽ ദുർബലമാണ്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ കാര്യമല്ല പറയുന്നതെന്ന് വെച്ചോളൂ. എൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ ലാഭം, എൻ്റെ നേട്ടം, എനിക്കെന്ത് കിട്ടുന്നു, എൻ്റെ വളർച്ച, എൻ്റെ വീട്, ഇതല്ല ഭക്തി. ഞാൻ 2 ദിവസം മുമ്പ് നമ്മുടെയൊക്കെ പ്രായത്തിൽ 2ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാഠപുസ്തകം കാണാനിടയായി. നിങ്ങളൊക്കെ മറന്നുപോയി കാണും. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ, അതാ മുറ്റത്തൊരു മൈന, സുരേഷ് തിരിഞ്ഞു നോക്കി. പലരും ഇവിടെ ഇരുന്ന് വെല്ലുന്നുണ്ട്, പറയുന്നുണ്ട്. അത്രയൊക്കെ പഠിച്ചോളായിരുന്നു അന്ന് നമ്മൾ. അതെല്ലാ ചോദ്യത്തിൻ്റെയും കൂടെ എഴുതി വെക്കുമായിരുന്നു. ആ പാഠപുസ്തകം കിട്ടി, അത് വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയെന്തെന്നറിയോ? ഇന്നത്തെ കാലത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വാർത്തകളെക്കാൾ മനോഹരമായ പാഠങ്ങളായിരുന്നു അതിനകത്തുള്ളതെന്ന്. പ്രാവേ പ്രാവേ പോകരുതേ, വാവാക്കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. ഇന്ന് അതിനു പകരം നമ്മൾ കേൾക്കുന്നത് മുഴുവൻ വിദ്വേഷത്തിൻ്റെ പാഠങ്ങളുമൊക്കെയാണ്. അതിലൊരു കഥയുണ്ട്. കൊക്കും ഞണ്ടുവെന്നാണ് പേര്. പാഠം 14, 36ാമത്തെ പേജിലാണ് കിടക്കുന്നത്. കൊക്കും ഞണ്ടും. ഒരു കുളത്തിൽ കുറച്ച് മത്സ്യങ്ങളും ഞണ്ടും ഉണ്ടായിരുന്നു. കൊക്ക് അതിൻ്റെ കരയിൽ വന്നിരിക്കും. വയസ്സായപ്പോൾ കൊക്കിന് മീനെ പിടിക്കാൻ കഴിയാതായി. അപ്പോൾ കൊക്ക് വളരെ ദുഃഖത്തിൽ പറഞ്ഞു, നിങ്ങൾ ഈ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഇതിലേക്കൂടെ ഒരു മുക്കുവൻ പോയി. അവൻ പറയുന്നു, ഈ വീശി ഇതിനെല്ലാം പിടിച്ചുകൊണ്ട് പോകുമെന്ന്. അതുകൊണ്ട് ദൂരെ ഒരു അമ്പലക്കുളമുണ്ട്, നിങ്ങളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്ക് അങ്ങനെ ഉപകാരം ചെയ്യുന്ന കുറേ ആളുകൾ നാട്ടിലുണ്ട്. തെക്കോട്ട് പോയാൽ നശിക്കത്തില്ലെന്നറിഞ്ഞാൽ വടക്കോട്ട് തന്നെ നമ്മളെ പറഞ്ഞു വിടുന്നവരുണ്ട്. നമ്മളൊക്കെ സാധാരണ പറയും, ഏതെങ്കിലും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ നമ്മുടെ പ്രദേശത്ത് ഒരു ശത്രുവുമില്ലാത്ത ആളുകൾ ആരാന്നറിയോ? ഒരു ശത്രുതയില്ല ആർക്കും. വെള്ളം അടിച്ച് തെറ്റി റോഡിൽ കിടക്കുന്ന ആളുകളോട് ആർക്കും ഒരു ശത്രുതയില്ല. എന്താ ശത്രുതയില്ലാത്തത്? അവനങ്ങ് നശിച്ചോളും. പിന്നെന്തിനാ നമ്മൾ ശത്രുത പറയുന്നത്? പാൻറ്റും ഉടുപ്പുമൊക്കെ ഇട്ട് നല്ലപോലെ ഒരുങ്ങി നടന്നാലോ? അവൻ കൊള്ളക്കാരൻ. അവൻ അങ്ങനെ, അവൻ്റെ അച്ഛൻ ഇങ്ങനെ. പണ്ട് അവൻ്റെ അച്ഛൻ ചെല്ലപ്പനൊരു തെങ്ങ കയറി അങ്ങേർക്ക് വിശപ്പിനപ്പോഴെങ്ങാണ്ട് ഒരു തേങ്ങ ഇട്ട്. ആ കഥ നമ്മൾ ഇപ്പോഴും ഓർത്തു വെച്ചുകൊണ്ടിരിക്കുക. ഈ പ്രദേശത്ത് എവിടെയും അങ്ങനെയാണ്. നശിച്ചു പോകുന്നവൻ എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു കാലം. അപ്പോൾ അതുപോലെ കൊക്ക് പറഞ്ഞു, ഇതുപോലെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിങ്ങളെ കൊണ്ടുപോകാം. ഞണ്ട് പറഞ്ഞു, അതിനകത്ത് വീഴല്ലേ എന്ന് പറഞ്ഞപ്പോൾ മത്സ്യങ്ങൾ പറഞ്ഞു, അല്ല, കൊക്കമ്മാവൻ പാവമാണ്, കൊക്കമ്മാവൻ നമ്മളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. കുറേ മത്സ്യങ്ങളെ കൊത്തിക്കൊണ്ട് കൊക്ക് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് മത്സ്യങ്ങളെല്ലാം തീരാറായപ്പോൾ ഒരു ഞണ്ടിനൊരു സംശയം. ഇതൊക്കെ നമ്മൾ പഠിച്ച പാഠമായി പറയുന്നത്. പണ്ട് പഠിച്ച് മാർക്ക് കിട്ടിയവരായി ഇരിക്കുന്നവരെല്ലാവരും. പക്ഷേ ആ മാർക്കൊന്നും നമുക്ക് ഇപ്പോഴത്തെ മാർക്ക് പോലെ ഓർമ്മയില്ല. കാരണം പണ്ടൊക്കെ 10ാം ക്ലാസ് ജയിച്ചെന്ന് വീട്ടിൽ ചെന്ന് പറയുമ്പം വാപ്പ ഒരു മൂളും, ജയിച്ചേ നിനക്ക് കൊള്ളാമെന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ അങ്ങനെയല്ല. മോക്ക് C+, A+, B+ എല്ലാം കിട്ടിയാൽ എന്തോ ഒരു ചാട്ടവും ഡാൻസും പോസ്റ്റുമാണ്. വീട്ടിൽ മൊത്തം തുള്ളൽ, കേക്ക് മുറി, എന്തെല്ലാമാണ് നടക്കുന്നത്. പണ്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? ട്യൂട്ടോറിയൽ അധ്യാപകർ പോയി SSLCയുടെ റിസൾട്ട് എടുത്തുകൊണ്ട് വരുന്നൊരു കാലം. അപ്പോൾ എന്തായാലും ഞണ്ട് പറഞ്ഞ, അടുത്ത പ്രാവശ്യം നീ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് ഞണ്ട് ബോധപൂർവം കൊക്കിൻ്റെ കഴുത്തിൽ കയറിയിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പം കാണുന്നത് കുറേ മത്സ്യങ്ങളുടെ മുള്ളുകളാണ് കാണുന്നത്. അപ്പോൾ കൊക്കിന് മനസ്സിലായി കൊണ്ടുപോയതിനെ എല്ലാം അടിച്ചെന്ന്. കൊക്ക്, ഈ ഞണ്ട് കൊക്കിനെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലുന്ന കഥയാണ് നമ്മൾ പഠിച്ചത്. നമുക്കതിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്നൊന്നും ആരും പറഞ്ഞു തന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള കൊക്കുകളുമുണ്ട്. രക്ഷിക്കാൻ കൊണ്ടുപോയി ശിക്ഷിക്കുന്നവർ, രക്ഷിക്കാനാണെന്നും പറഞ്ഞ് നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മളെ കൊന്നു തില്ലുന്ന ആ കൊക്കിനോട് ഞണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ മീനും ഞണ്ടുമൊക്കെ ആയിരുന്നെങ്കിലും സന്തോഷത്തോടൊരു കുളത്തിൽ കഴിഞ്ഞിരുന്നതല്ലേ? കുടുംബം കലക്കികളെന്ന് പറയുന്ന ഒരാളുകളുണ്ട്, കല്യാണം മുടക്കികളെന്ന് പറയുന്ന ആളുകളുണ്ട്. വെളുത്തമണൽ ജംഗ്ഷനിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് റേഡിയോയിൽ വരുന്ന രഘുനന്ദൻ എന്നോട് പറഞ്ഞു. അതിലെഴുതി വെച്ചിരിക്കുന്നത്, പ്രായമൊന്നും ഞങ്ങൾ നോക്കത്തില്ല, ഇനി കല്യാണം മുടക്കിയാൽ നിൻ്റെയൊക്കെ ചെള്ളയടിച്ച് പൊട്ടിക്കുമെന്ന് ആരാണ്ട് ചെറുപ്പക്കാരെഴുതി വെച്ചേക്കുന്നു. ഒരു പണിയില്ല, ഒരു വിവരം അവരറിഞ്ഞാൽ മതി, അവരങ്ങ് കലക്കിക്കോളും. പണ്ട് നമ്മുടെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഉമ്മുമ്മയൊക്കെ ഇങ്ങനെയെല്ലാം മത്തെടുത്തിട്ട് തൈര് അരങ്ങുന്നത് പോലെ അരങ്ങി അതിൽ നിന്ന് വെണ്ണ എടുത്ത് കുടിച്ചുകൊണ്ട് നടക്കുന്നവർ.
അത്തരം ഭക്തി കൊണ്ടൊന്നും യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് യഥാർത്ഥമായ സാംസ്കാരിക ഔന്നിത്യം ഉണ്ടാകുന്ന തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനാവണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം, അതിനുവേണ്ടിയുള്ള ചിന്തയായിരിക്കണം. ഞാൻ നിങ്ങോട് വരുമ്പോൾ ഇതിനിടയിൽ ഓച്ചിറ അമ്പലത്തിൽ പണ്ട് രാമായണ പ്രഭാഷണത്തിന് പോയപ്പോൾ ഞാൻ ഓർത്തു വെച്ചിരുന്ന നമ്മുടെ ലക്ഷ്മണോപദേശം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ആധ്യാത്മിക രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ ലക്ഷ്മണ സാന്ത്വനം അഥവാ ലക്ഷ്മണോപദേശം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ശരിക്കും ഈ മനുഷ്യനോട്, ഈ ഭക്തരോടാകെയും ശ്രീരാമചന്ദ്ര ഭഗവാൻ ലക്ഷ്മണനെ പേര് വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു മനോഹരമായ ഭാഗമാണ്. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ, നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള പൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും, നിന്നാൽ അസാധ്യമായ ഒന്നുമില്ലൊരു കർമ്മവും, നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട്. ഇന്നത്തെ ഈ സന്ധ്യയിൽ, ഈ സാംസ്കാരിക സമ്മേളനത്തിൽ നിങ്ങളോട് പറയാനുള്ളതും എനിക്കത് തന്നെയാണ്. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ, യുക്തമതല്ലായെങ്കിൽ എന്തതിനാൽ ഫലം. നമ്മൾ ഈ കാണുന്ന രാജ്യദേഹാദി, നമ്മുടെ അധികാരം, പ്രതാപം, നമ്മുടെ സമ്പത്ത്, ഈ കാണുന്നതെല്ലാം വെറും മായയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ വലിയ പ്രതാപശാലികളിലായിട്ട് ഇന്നാരുടെ മകനായിട്ടൊക്കെ ജീവിക്കുന്നു. ഒരു തലമുറയും കൂടെ നമ്മളെ അറിയും. നിൻ്റെ അച്ഛൻ ആരാന്ന് ചോദിക്കുമ്പോൾ, അടുത്ത തലമുറയിൽ അപ്പൂപ്പൻ ആരാന്ന് ചോദിക്കുമ്പോൾ അറിയും. ഒരു തലമുറയും കൂടെ ചിലപ്പോൾ അറിഞ്ഞെന്നിരിക്കും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും മേൽവിലാസം ഉണ്ടോ? നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാവോ? ഈ പ്രതാപശാലികളായ മനുഷ്യരായ നമ്മളെല്ലാവരും നമ്മളുടെ മേൽവിലാസം ഈ മണ്ണിൽ അലിഞ്ഞ് ഈ മണ്ണിൽ ചേർത്ത് പോകേണ്ടവരാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സു മൂർക്ക നീ, വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. അമ്മമാർക്കറിയാം, ചുട്ടുപഴുത്ത ഇരുമ്പിൻ്റെ ഒരു പാളിയിൽ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു കഷണത്തിൽ വീഴുന്ന ജലതുള്ളികളെപ്പോലെ നൈമിഷികമാണ് ജീവിതം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഒരു പെരുമ്പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള അവിടെ ഭക്ഷണത്തിനായി യാചിക്കുന്നത് പോലെ നമ്മൾ ഈ ഭൂമിയിലെ പലതിനും വേണ്ടി മരണത്തിൻ്റെ വായിലിരുന്നു കൊണ്ട് യാചിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഈയിടെ ചോദിച്ചു, ഈ പള്ളികളിലൊക്കെ ഒഴിഞ്ഞ ഖബറുണ്ടെങ്കിൽ ആരെയെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 ദിവസം കയറ്റി കിടത്തിയിട്ട് പുറത്തിറക്കി വിട്ടായവന്മാർ നന്നാവുമോ? ഒരു അന്വേഷണത്തിന് ചോദിച്ചതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ചില മരണവീടുകളിലൊക്കെ, ഇപ്പം മരണവീടുകളാണെങ്കിൽ പോലും അവിടെ വരുമ്പോഴും അവിടുത്തെ മ്യൂസിക്കും പാട്ടും അവിടെ നിന്നുകൊണ്ട് വസ്തു കച്ചവടം അങ്ങ് നടത്തുക. അകത്തൊരാൾ മരിച്ചു കിടക്കുന്നു, വടക്കേത്ത കൊടുക്കുമോ? 4:30 എത്തിച്ചാന്നേ കൊടുക്കാം. 3:45 എനിക്ക് വേണം, 2:45 നീ അങ്ങ് എടുത്തോ, നിൻ്റെ 3 എനിക്കിഞ്ഞതാ. ഈ കച്ചവടം എല്ലാം അവിടെ നിന്നാണ് നടത്തുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് എപ്പോൾ എടുക്കും ബോഡി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതൊന്ന് എടുത്ത് ഇല്ല അപ്പൂപ്പനെ അങ്ങോട്ടൊന്ന് കൊണ്ടുവച്ചിട്ട് വേണം ഓടിപ്പോകാൻ. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ കുഴി വെച്ചാൽ വല്ല ഗുണമുണ്ടാവുമോ? അല്ലെങ്കിൽ ചിതയെ കിടത്തി കുറച്ച് വിറകൊക്കെ അവന്മാരെ അടുക്കി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് ഇറക്കി വിട്ടാലോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് അവിടെയും വലിയ പ്രതീക്ഷയില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് വെന്റിലേറ്ററിൽ കിടന്നവന്മാരിറങ്ങി ചെയ്യുന്ന പണി കണ്ടാൽ ഇതിനൊക്കെ അപ്പുറത്താണ്, ഈ IC യൂണിറ്റിനകത്ത് വെന്റിലേറ്ററിൽ കിടന്നിട്ട്. അപ്പോൾ അപ്പോഴും നന്നാവത്തില്ലെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞത് അതുതന്നെയാണ്. ഈ പെരുമ്പാമ്പിൻ്റെ വായിലിരിക്കുന്ന ഒരു തവളയെപ്പോലെ നിങ്ങൾ എന്തിനാണ് ഈ ബഹളം കൂട്ടുന്നത്? ആരെ തോൽപ്പിക്കാനാണ്? ആരുടെ മേൽ ജയിക്കാനാണ്? നിങ്ങൾക്ക് എത്ര നാൾ ജയിക്കാൻ കഴിയും? നിങ്ങൾക്ക് മുമ്പുള്ളവർ എത്ര നാൾ ജയിച്ചു? എന്ത് നേടിയത് ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയോ? അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് കിടപ്പുണ്ട്. അടുത്ത തലമുറയിൽപ്പെട്ടവർ അത് നശിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അടുത്ത തലമുറയിൽപ്പെട്ടവർ ഒരു പാടത്തോ പറമ്പത്തോ ജോലി ചെയ്യുന്ന ആളുകളുടെ മക്കൾ ഈ പ്രതാപശാലിയായ ആർക്കും 10 പൈസ കൊടുക്കാതെ ഒപ്പിച്ചു വെച്ചവരുടെ വസ്തുക്കൾ വിലയ്ക്ക് വാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? തഴവായിൽ കണ്ടിട്ടില്ലേ? എവിടെയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ലോകമാണ്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദിയാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. വഴിയാത്രക്കാരായ ആളുകൾ
ഒരു പെരുവഴി അമ്പലത്തിൽ തങ്ങി അല്പനേരം സന്തോഷ വർത്തമാനമൊക്കെ പറയുന്നു. നമ്മളെല്ലാവരും തമ്മിൽ കണ്ടു. ഞാനിവിടെ നിന്ന് പോകുന്നു, എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ, ഞാൻ ആരെവിടെ എത്തുന്നു, എത്ര നാൾ ജീവിക്കുന്നു, ഒന്നും അറിയില്ല. വളരെ കുറച്ച് സമയം. ആ സമയം കൊണ്ട് സന്തോഷത്തിൽ കഴിഞ്ഞുകൂടിയാൽ അതിനൊരു സന്തോഷമുണ്ട്. മരിച്ചു കഴിഞ്ഞുള്ള പ്രകടനം കൊണ്ട് എന്താ കാര്യം? ഒരമ്മാമ്മ മരിച്ചു, ജീവിച്ചിരിക്കുന്ന സമയത്തൊന്നും ചെയ്തില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ മരുമോളും മക്കളും എല്ലാം കൂടെ നെഞ്ചത്തിട്ടിടിച്ച് കരയുകയാണ്. അവരുടെ കരച്ചിലിച്ചിരി ഒരു പരുവാകുമ്പോൾ ദൂരെ നിന്ന് വരുന്ന ഒരു മോള് ഓടി വന്ന് മരുമോടെ പുറത്തോട്ട് വീഴുമ്പം ഒന്നുകൂടെ ഒച്ചത്തിൽ കരയുന്നു. നമ്മൾ വിചാരിക്കും അത് സങ്കടം കൊണ്ടാണ്. അങ്ങനല്ല. ഈ വീഴുന്ന ആൾ മലർന്ന് കിടക്കുമ്പോൾ അതിൻ്റെ പുറത്തോട്ട് കമന്ന് വീഴുന്ന ആൾ ഈ ശരീരം എവിടെങ്കിലും തട്ടി വേദനിച്ചതിൻ്റെ വേദന കൊണ്ടുകൂടിയാണ് ഈ അടിയിൽ കിടക്കുന്ന ആൾ കരയുന്നത്. ഇതുകൊണ്ടൊക്കെ എന്താ അർത്ഥം? ജീവിച്ചിരിക്കുന്ന നിമിഷം സന്തോഷത്തോടെ ചേർത്ത് വെച്ച്. എൻ്റെ ഉമ്മയ്ക്ക് 90 വയസ്സുണ്ട്. ഉമ്മ എന്നും കണക്ക് കൂട്ടുമ്പോൾ ഞാനത് കൂട്ടി 85 ആക്കി കൊടുക്കും. 90 ആയതോർത്ത് വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചാൽ. എന്നിട്ട് ഐസ്ക്രീമൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അത് നുണഞ്ഞിരുന്ന് കുടിക്കുന്നത് കാണുന്നത് നമ്മുടെ മക്കളെ കളിപ്പിക്കുന്നത് പോലെ സന്തോഷമാണെന്ന് തിരിച്ചറിയാനുള്ള ഹൃദയത്തിൻ്റെ ഒരു ഭാവമുണ്ടെങ്കിൽ നാളെ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആണ്ടുബലിയും ബാഹുബലിയും അതിൻ്റെ അപ്പുറത്തെയൊക്കെ നടത്തി പിന്നെ കുറച്ച് പട്ടും മറ്റേതും എല്ലാം കൊണ്ടുവന്ന് വെച്ച് കുറച്ച് കുടുംബക്കാരെന്നും പറഞ്ഞ് കുറച്ച് കുടവയറുള്ളവരെല്ലാം കൂടെ വന്ന് കസേരയിലിരുന്ന് എപ്പോഴാണ് മരിച്ചതെന്ന് ചോദിച്ച്. അപ്പോൾ ഒരാൾ പറഞ്ഞ് മരിക്കുന്നത് 6:20-നാണ്. അപ്പോൾ ചോദിച്ച് 6:15-ന് ജീവനുണ്ടായിരുന്നോ? അപ്പോൾ ഒരാൾ പറഞ്ഞു പിന്നെ 6:18 വരെ ജീവനുണ്ടായിരുന്നു. എന്തോ ഒരു ന്യായമൊക്കെയാണ് കേൾക്കേണ്ടതെന്നറിയാമോ? ഇത് വല്ല കാര്യമുണ്ടോ? ആകെ ഓർക്കേണ്ടത് എന്താ? വയ്യാതെ കിടന്നപ്പോൾ പോയോ? കണ്ടോ? ആ അമ്മ മരിക്കുമ്പോൾ നമ്മുടെ അമ്മയെടുത്ത് ഞാനിവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അമ്മയും മരുമോളും തമ്മിൽ വഴക്ക്, മക്കളും മരുമോളും തമ്മിൽ. റേഡിയോയിലെ പ്രോഗ്രാം എന്തു പോകുന്നു ആലും അറിയാതെ രാവിലെ ലൈവിൽ വിളിച്ച് ആരും കേൾക്കണ്ട കേട്ടോ, ഞാനൊരു രഹസ്യം പറയാം സാറിനോടെന്ന് പറഞ്ഞ് 20,000 പേര് കേൾക്കത്തക്ക പോലെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് എന്താ കാര്യം? ചെറിയ സമയത്തേക്കുള്ള ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കുക. ചെറിയ സമയത്തേക്കുള്ള ഈ ജീവിതം ഒരല്പ സമയത്തേക്ക് മാത്രമാണ്. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്ന സമാനം കളത്ര സുഖം തൃണാം അല്പമായുസ്സും നിരൂപിക്കൽ ലക്ഷ്മണ. രാഗാതി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. നിൻ്റെ ഈ കാണുന്ന സൗന്ദര്യം, ഗ്ലാമർ, ഇതൊന്നും യാതൊരു കാര്യവുമില്ല. ഞാനിന്നൊരാളിനോട് പറഞ്ഞു, 30 വർഷം മുമ്പ് അന്ന് സുന്ദരനായിരുന്ന ഒരാൾ മരിച്ച പടം ഇപ്പോഴത്തെ ആളുകൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇയാൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അയ്യേ ഇയാൾ എന്തോ പോലെ ഇരിക്കുവാന്ന് പറയും. പ്രേം നസീറിനെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്ന് കാണിച്ചു നോക്കിയേ, പുതിയ തലമുറയിൽ. നമ്മളൊക്കെ 10-70 വയസ്സുള്ളവരൊക്കെ പടം എടുത്ത് പ്രേം നസീറിൻ്റെ പടം, പല വീടുകളിലും പ്രേം നസീറിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് പുതിയ തലമുറയിലെ പിള്ളേർ പാട്ടൊക്കെ മാറ്റും. അയ്യേ അച്ഛനൊരു പണിയില്ലയോ ഈ ചത്തുപോയ പാട്ടും കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ പാട്ടെല്ലാം ഇടിച്ചുപൊളി പാട്ടാണ്, നിന്ന് തുള്ളുന്ന പോലെയുള്ള പാട്ടാണ്. പണ്ട് നമ്മളിത് കണ്ടിട്ടുള്ളത് മാവേ കയറി മാങ്ങ പറിക്കുമ്പം വിഷറ് കടിക്കുമ്പം ഉണ്ടാകുന്ന എഫക്റ്റ് പോലത്തെ പാട്ടാണ്. പണ്ടത്തെ കൂട്ടത്തെ ശാന്തമായ പാട്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള അത്രയേ ഉള്ളൂ. അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന അമ്രേഡിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിന്ന് കീഴിലായി കൃമികളായി പോയിടിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. എങ്ങനെയൊക്കെയാണ് നമ്മൾ അവസാനിക്കാൻ പോകുന്നത്? ഒന്നെങ്കിൽ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ച് കളയും നമ്മളെ. നമ്മൾ മരിച്ച് ഇപ്പം എന്താ പറയുന്നത്, വിമാനം തകർന്നു വീണു, കാട്ടിൻ്റെ നടുക്കൊക്കെ തകർന്നു വീഴുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ആ ഡെഡ് ബോഡി എന്താ ചെയ്യുന്നത്? അവിടെയുള്ള മൃഗങ്ങൾ ഭക്ഷിച്ച് കാഷ്ടിച്ച് കളയും. അല്ലെങ്കിൽ വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, ചാരമായി തീരും. നമ്മളൊരു കുടത്തിലൊക്കെ എടുത്ത് വെച്ചേക്കുമ്പോൾ നമ്മൾ കാണും, അയ്യോ പാവം ഒരു കുടത്തിനകത്തിരിക്കുന്നല്ലോ എന്ന്. ഒരു കാലത്ത് ആരായിരുന്നു കെട്ടുപിടിച്ചിട്ട് കുലിക്കിയ ആളാന്നൊക്കെ പറയും. പക്ഷേ വല്ലതും ഉണ്ടോ? അവസാനം ഇത്രയുമായി തീരും. അല്ലെങ്കിലോ മണ്ണിൽ മറ്റ് ജീവികളാൽ ദ്രവിച്ചു പോവും. എത്ര പ്രതാപശാലിയെ കൊണ്ട് അടക്കിയാലും ഈ പറയുന്ന പോലെ നമ്മളൊക്കെ ഈ അടക്കാൻ പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും, വീടുകളിലൊക്കെ ഭയങ്കര കരച്ചിലാണ്, കൊണ്ടുപോകല്ലേ ഞാനും വരുന്നേ എന്നും പറഞ്ഞ്. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ബോഡി ഒന്ന് നിർത്തിയിട്ട് എന്നാ നീയും വാന്ന് പറയണം. ആര് പോവും? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ നിങ്ങളങ്ങ് പോകുന്നു പറയണം. നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് എന്തിനെയാണ്? ജീവനെയാണ്. ഇത് പോയാൽ വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രം, സഹോദരങ്ങളും വേണ്ട, അമ്മയും വേണ്ട, അച്ഛനും വേണ്ട, അയൽക്കാരും വേണ്ട, ഭർത്താവ് മരിച്ചുപോയി,
ഭാര്യ ഭർത്താവിൻ്റെ അടുത്തിരുന്ന് എൻ്റെ പൊന്നോ എൻ്റെ ചക്കരേ എന്നെ ഇട്ടേട്ട് പോയോ എന്നും പറഞ്ഞ് കരയുക. അപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ പറയുക, നിങ്ങൾ രണ്ടുപേരുടെ അല്ലേ ഇത്രയും നാൾ ജീവിച്ചേ, ആരെയും അന്വേഷിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇപ്പം മണി 10 ഞങ്ങളെല്ലാവരും അങ്ങ് പോവുക, നിങ്ങൾ രണ്ടുപേരോട് ഇച്ചിരി നേരം ഇരി. ഏത് ഭാര്യ ഇരിക്കും മരിച്ചവൻ്റെ അടുത്ത്? സംഗതിയൊക്കെ ശരിയാണ്, ഞങ്ങളൊക്കെ ജീവിച്ചാൽ ചേട്ടൻ പോവാന്ന്, എന്നാൽ ചേട്ടൻ്റെ കൂടെ ഞാനിവിടെ അങ്ങ് വരുക, പുള്ളി ഇവിടെ കിടക്കട്ടെന്ന് പറയും. അത്രയൊക്കെ ഉള്ളു ഇതിലെ കാര്യം. തിരിച്ചായാലും അത്രയേ ഉള്ളൂ. ഇനി അഥവാ അങ്ങനെ മരിക്കുന്നതിൻ്റെ അടുത്ത് കൂട്ടിരിക്കുന്നവരെ നമ്മളെന്തുവാ പിറ്റേന്ന് പത്രത്തിൽ വിളിക്കുന്നത്? ഡെഡ് ബോഡിക്ക് കൂട്ടിരുന്നു ഭ്രാന്തിയായ ഭാര്യ എന്ന് പറഞ്ഞാൽ സ്വബോധമുള്ളവരാരും ഇരിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഭ്രാന്തുണ്ടെങ്കിലേ ഇരിക്കത്തോളം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ നിലയും വിലയൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ പറയുന്നത്, കയ്യിലുള്ളത് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം. ഇനി പ്രസംഗമല്ലേ, സിമ്പിളായിട്ട് പറയുക. വീട്ടിൽ ബുദ്ധിമുട്ടുള്ള സഹോദരങ്ങളോ അയൽക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. ഇത് പിടിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നമുക്കിതിൽ നിന്ന് 10 പൈസ ചിലവാക്കാനൊക്കത്തില്ല. മരം മുറിക്കുന്നതും മാവ് മുറിക്കുന്നതും കുഴി വെട്ടുന്നതിൻ്റെയൊക്കെ കാശ് വല്ലവരും കൊടുക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ കൊതിയുള്ള എന്തെങ്കിലും വാങ്ങിച്ച് തിന്നണം. അത് വാങ്ങിച്ച് തിന്നാതെ ഊച്ചി ഉറുമ്പി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. നാളെ ചിലപ്പം നമ്മുടെ മോളെ കിട്ടുന്നവനൊരു കൊതിയനാണെങ്കിൽ അവൻ ഇതൊക്കെ വാങ്ങിച്ച് തിന്നുന്നത് കണ്ട് വെള്ളം ഇറക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൊതി തോന്നുന്നത് എന്താണെന്നോ, ഞാനങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് കൊതിയുള്ളതെല്ലാം ഞാൻ വാങ്ങിച്ച് തിന്നും. കൊതിയുള്ള സ്ഥലത്തൊക്കെ പോവും. നല്ല പ്രായത്തിലൊക്കെ എവിടെയെങ്കിലും രാജ്യം കാണാനോ ഒക്കെ പോകണം. അല്ലാതെ മൂത്രം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാൻ വേണ്ടി കാത്തിരുന്ന് എല്ലാവരെയും കെട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു ട്യൂബും പിടിച്ച് വയറും പിടിച്ചുകൊണ്ട് ഇതും കൊണ്ട് പോയി ആരെ കാണിക്കാനാണ്? നല്ല പ്രായത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോകണം. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകം പോകാൻ വിനോദസഞ്ചാരവും പെണ്ണുങ്ങൾ മാത്രമുള്ള യാത്രയൊക്കെ ഉണ്ട്. 2. പിന്നെ മൂന്നാമത്തെ കാര്യം, മൊത്തവും കൂടെ എഴുതി ഒരു സന്തോഷത്തിൽ എല്ലാവർക്കും കൂടെ കൊടുത്തു കഴിയരുത്. ഒരു പിടിക്ക് 5 സെൻറ്റ് വസ്തു കൈ വെച്ചേക്കണം, ബാക്കി അങ്ങ് കൊടുക്കണം. അവന്മാർ ജീവിക്കട്ടെന്ന് പറഞ്ഞു. ചില മുതുക്കന്മാർ അതും കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മരിച്ചു കഴിഞ്ഞ് ഏത്തോട്ടെന്നാണ് പറയുന്നത്. എടാ, മരിച്ചു കഴിഞ്ഞ് ഏത്തോട്ടെന്ന് പറയുന്നത് ഇയാളുടെ ഔദാര്യമാണോ? മരിച്ചു കഴിഞ്ഞ് പുള്ളിക്ക് കൊണ്ടുപോകാൻ ഒക്കുമോ? അങ്ങനെ കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വസ്തു കൂടെ വെച്ചേക്കൂ. വിലയാധാരം നടത്തി അങ്ങ് കൊണ്ടുപോകത്തില്ലയോ? പുള്ളി ചിതയെ കിടക്കുമ്പോൾ തന്നെ ആ വീട് സ്ഥലവും കൂടെ പുള്ളിയുടെ കൂടെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 5 കൈ വെച്ചേക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് മൊത്തം കൂടെ നിങ്ങളങ്ങ് എഴുതി കൊടുത്താൽ ഉത്രാട സുരേഷിനെ നമ്മളെയൊക്കെ ഫോണിൽ വിളിച്ചേച്ച് ചോദിക്കും, മറ്റേത് എടുക്കാൻ വരുന്നില്ലയോ? നമ്മൾ വിചാരിക്കും ഈ കുടുംബശ്രീക്കാർ വരുമ്പോൾ കൊടുക്കാൻ വെച്ചേക്കുന്ന വേസ്റ്റാണ്, ആരാന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, അല്ല മറ്റേ ചരക്കിനെ എടുക്കാൻ വരുന്നില്ലയോ? നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ ആരാ? ഉത്രക്കുട്ടൻ പിള്ളയുടെ ഉത്രാടത്തിലെ മോൻ ആ ചാരി അവിടെ ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കാനേ ഒക്കത്തുള്ളൂ. നമ്മളെ വരുന്ന വച്ചാന്ന് ചോദിക്കുമ്പോൾ എന്നെ എടുത്തോളാൻ പറയും. ഇതൊന്നും ചിരിക്കാൻ പറയുന്നതല്ല, ചുറ്റുപാടുകളിൽ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ഉത്രാട സുരേഷ്, ഇന്നിവിടെ അവാർഡ് കൊടുക്കുന്ന സുരേഷ്, നന്മ ചെയ്യാൻ ധനികനാവണമെന്നൊന്നുമില്ല, നല്ല മനസ്സുണ്ടായാൽ മതി. നല്ല മനസ്സുണ്ടെങ്കിൽ നന്മ ചെയ്യാം. പണമുള്ളവരെക്കാൾ കൂടുതൽ പാവത്തുങ്ങളാണ് എന്തെങ്കിലും ചെയ്യുന്നത്. ഈ വെള്ളമടിക്കുന്നവരെ എല്ലാവരും കുറ്റം പറയുമെങ്കിലും ഞാനൊരു സത്യം മൈക്കണച്ചിട്ട് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ഒരു നന്മ പലപ്പോഴും ഉണ്ടാകുന്നത് കള്ളുകൂടിയന്മാരിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ഓടിച്ചെന്ന് ഒരു തെങ്ങയിലോട്ട് കയറി സ്വന്തം തുണി അങ്ങ് പോയാലും ഒരു ടാർപ്പ വലിച്ചു കെട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യും ഈ കള്ളു കുടിക്കുന്നവർ. കള്ളു കുടിച്ചില്ലെങ്കിലും അതിനേക്കാൾ വലിയ ലഹരിയിൽ നടക്കുന്ന കരിമൂർക്കന്മാരെ പോലുള്ള പലരെയും നോക്കുമ്പോൾ കള്ളുകുടിയന്മാർ പാവുക എന്ന് വിചാരിച്ച് ആരും കുടിക്കണമെന്നല്ല പറയുന്നത്. സ്വന്തം മുണ്ടുരിഞ്ഞു പോയാലും മറ്റവൻ്റെ മുണ്ട് ഉടുപ്പിക്കാൻ ശ്രമിക്കുന്ന ആ വലിപ്പം കാണാതെ പോരുത്. ഞാൻ ഈ ഭിക്ഷക്കാരൊക്കെ വരുമ്പോൾ അവരോട് ചോദിക്കും, എവിടുന്നാടാ ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ലാലാജി ജംഗ്ഷനിലെ ബിവറേജസ് കോർപ്പറേഷൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ്. കയ്യിൽ 750 ഉള്ളെങ്കിൽ 600-ന് ഒരു പൈൻറ്റും വാങ്ങിച്ചിട്ട് ഇറങ്ങുമ്പോൾ 50 രൂപ അവനങ്ങ് കൊടുക്കും. മറ്റേടത്തോട്ട് ചെല്ലാനൊക്കത്തില്ല. ഗേറ്റും ഒക്കെ അടച്ച് ഗേറ്റിൻ്റെ മേളിൽ വലിയ കൊമ്പുമൊക്കെ കമ്പ് കുത്തി വെച്ചേക്കുക. എന്തിനാണെന്നറിയോ? കാക്കയുടെയോ കിളിയുടെയോ കുണ്ടി കൊണ്ടു കയറാനായിട്ട്. അവിടെ ഒരു കാക്ക പോലും വന്നിരിക്കരുത്. ചെങ്ങന്നൂരി വെള്ളം പൊങ്ങി വെള്ളം കയറി വന്നപ്പോൾ ആകെ അമ്മാമ്മയ്ക്ക് അറിയാവുന്നത് ഗേറ്റ് പൂട്ടണമെന്നുള്ളതാണ്. അമ്മാമ്മ പോയി ഗേറ്റും പൂട്ടി താക്കോലുമായിട്ട് മേളിൽ കയറി നിൽക്കുക. ആലപ്പാടുന്ന് വള്ളം ചെന്നപ്പം വള്ളം അകത്തോട്ട് കയറാൻ വയ്യ, കുന്തം പൊങ്ങിയിരിക്കുക. താക്കോൽ അമ്മാമ്മ ഇങ്ങോട്ട് കൊടുക്കുന്നുമില്ല. താക്കോൽ കൊടുക്കാൻ ഈ അലമാരിക്കകത്ത് മറ്റേതും മറിച്ചതും ഒക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ വെള്ളം പൊങ്ങിയപ്പോൾ കണ്ടതാ. താക്കോൽ കൊടുക്കുന്നില്ല. ഹെലികോപ്റ്ററിൽ പോകാൻ മാർഗമുള്ളവരന്ന് മുട്ടൻ ചരുവത്തിപ്പോയി. ചരുവം പോലും വീട്ടിലില്ലാത്തൊരു ഹെലികോപ്റ്ററിൽ പോയി തിരുവനന്തപുരത്ത് ഇറങ്ങി. ചിലർ ആ സമയത്ത് റേഡിയോയിൽ ലൈവ് നടക്കുമ്പം
ഹലോ സാറേ USA എന്ന് വിളിക്കുക, ആരാ അതിന്നാളാ, എൻ്റെ അമ്മയെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? എന്തോ അമ്മയുടെ വിവരം? അമ്മയെ ഫോൺ കിട്ടുന്നില്ല. അമ്മയുടെ ഫോൺ നമ്പർ എത്ര? ഇതാ. അതെന്താ കിട്ടാത്ത? അണഞ്ഞു പോയി. വേറെ ആരുടെയെങ്കിലും ഫോൺ നിൻ്റെ കയ്യിലുണ്ടോ? ആരുടെയും ഫോണില്ല. കൊച്ചച്ഛൻ്റെ ഇല്ല, ചിറ്റപ്പൻ്റെ ഇല്ല, അയലത്തുള്ളവരുടെ ഇല്ല, ഒന്നുമില്ല. മാർഗമില്ലാത്ത വാസുകൻ ചിറ്റപ്പനാണെങ്കിൽ പുള്ളിയുടെ ഫോണും ആർക്കും വേണ്ട, ഒരു കുന്തോ ആർക്കും വേണ്ട. പണവും പ്രതാപവും ഉള്ളവരെ മതി ഈ സമൂഹത്തിൽ എല്ലാവർക്കും. നിശ്ചയമൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും മുമ്പിൽ കൊണ്ടുവന്ന് കുറച്ച് കുടവേറുള്ളവരെയൊക്കെ ഇരുത്തേച്ച് പറയും, ഇതെൻ്റെ ഉമ്മായ കെട്ടിയവൻ്റെ അനിയൻ്റെ, അവൻ്റെ ഉമ്മായ കെട്ടിയവനായത്, മറ്റവൻ അവൻ്റെ ഉമ്മായ കെട്ടിയവനാ. അവനായിട്ട് വല്ല ബന്ധമുണ്ടോ? അന്ന് രാവിലെ വന്നതാ, പുള്ളിക്ക് വഴി പറഞ്ഞു കൊടുത്താ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇരുത്തയുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ കുടവേറൊക്കെ കാണിച്ചു വേണേൽ നിങ്ങൾ കല്യാണം നടത്തിക്കോ, ഞാൻ ഇരുന്ന് തരാമെന്നുള്ള ഭാവത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും എന്തെങ്കിലും അപ്പാപ്പന് വയ്യാതെ വരുമ്പോൾ കുളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാസുകൻ ചിറ്റപ്പൻ അയലത്തുണ്ട്. അയാളെ പരിചയപ്പെടുത്തത്തില്ല. ഇതിലൊക്കെ വിപ്ലവം നടത്തണം നിങ്ങൾ. ഞാൻ വിപ്ലവം നടത്തിയിട്ടുള്ള ആളാണ്. അവരെ ഈ പാവപ്പെട്ടവരെ കൊണ്ടുവന്ന് നിശ്ചയത്തിന് മുമ്പിൽ ഒരു വഴിയിൽ നിരത്തി അങ്ങ് ഇരുത്തണം. മറ്റവരെല്ലാം പുറകെ ഇരിക്കാൻ പറയണം. ഞാൻ അവസാനിപ്പിക്കുന്നു. കണ്ടതിൽ സന്തോഷം, എല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം, ഇതിൻ്റെ സംഘാടകർ വിളിച്ചതിൽ സന്തോഷം. നല്ല ഉത്സവമാകട്ടെ. ആ ഉത്സവം നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടാകട്ടെ. ഞാൻ ഈ സംസാരിച്ചതിൻ്റെ എൻ്റെ വാക്കുകൾ നിങ്ങൾ ചിരിച്ചുകൊണ്ടാണ് കേട്ടതെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മകൾ ഉണ്ടാകുന്നതിന് കാരണമാകട്ടെ. ഉത്രാടം സുരേഷിനെ പോലെയുള്ള വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു അനുജനായി അല്ലെങ്കിൽ സഹോദരനായി കണ്ടെത്തിയ, അനുജനെന്നൊക്കെ പറയുമ്പം പുള്ളി എന്നൊക്കെ മൂത്തതാണ് കേട്ടോ. ഞാൻ അനുജനെന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് വയസ്സുണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ അങ്ങനെ ഒരുപാട് ജീവിത പരീക്ഷണങ്ങൾക്കിടയിൽ നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരമൊക്കെ ചെയ്യുന്ന ആളാണ് ഉത്രാടം സുരേഷ്. ഒരു മകൻ മരണപ്പെട്ടു അവിചാരിതമായി ക്ഷേത്രത്തിൽ വെച്ച്. എങ്കിലും അതിൽ നിന്നൊക്കെ മറികടന്ന് നന്മകൾ ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. സദാശിവൻ സാറിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. പിന്നെ എന്നെ പലതവണ ഈ സെക്രട്ടറി ബിജു ആണോ ആരോ, എനിക്ക് നമ്പരേ ഉള്ളൂ, ഒരുപാട് തവണ എന്നെ വിളിച്ചു, കാണാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഇങ്ങ് വന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കാണാൻ കഴിഞ്ഞതിൽ, ഇങ്ങനെ ഒരു നിമിഷത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.